Yes. Hello everyone. Welcome to Rahil's Academy. നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പൊതുവേ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ ടോപ്പിക് ഡിസ്കഷനോ അല്ലെങ്കിൽ PYQ ഡിസ്കഷനോ അല്ലെങ്കിൽ UGC നെറ്റിന്റെ ലേണിംഗ് സ്ട്രാറ്റജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഏതൊരു UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു JRF സ്കോറിലോട്ട് എത്തുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തത്. ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റീസെന്റ് ആയിട്ട് UGC നെറ്റിന്റെ എക്സാം കഴിഞ്ഞു. ജൂൺ 22 മുതൽ 30 വരെ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ടോട്ടൽ 6 ദിവസങ്ങളിലായിട്ട് 12 ഷിഫ്റ്റിലാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. റൈറ്റ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, ഈ 12 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് UGC നെറ്റ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഈ 12 ഷിഫ്റ്റ് എക്സാംസിനും നമ്മൾ എന്ത് ചെയ്തു, എല്ലാ സബ്ജക്ട്സും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, അത് വേർതിരിച്ച് വെച്ചുകൊണ്ട് ആ വേർതിരിച്ച് വെച്ചിട്ടുള്ള എല്ലാ പേപ്പർ 1ന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ യൂണിറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. ഓക്കെ, അതായത് എല്ലാ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, ടീച്ചിങ് ആപ്റ്റിന്റെ കീഴിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റിസർച്ച് ആപ്റ്റിന്റെ കീഴിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ എന്ത് ചെയ്തു 10 യൂണിറ്റ്സിന്റെയും കീഴിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു, സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഓൾമോസ്റ്റ് 300+ ടോപ്പിക്സ് നമ്മൾ കിട്ടിട്ടോ. 300+ ടോപ്പിക്സ് നമുക്ക് കിട്ടി. അങ്ങനെ ഈ കിട്ടിയ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ പിന്നെ അനാലിസിസ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ, മുന്നേ എനിക്ക് ഓർമ്മയില്ല. അതുമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് ആ സമയത്ത് ചോദിച്ചിട്ടുള്ള സെയിം ടോപ്പിക്സ് തന്നെയാണ് ഈ ഒരു സൈക്കിളും ചോദിച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ച് എഡീഷണൽ ടോപ്പിക്സും കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അത്രമാത്രം ഡിഫറൻസ് ഉള്ളൂ. അത് എക്സാം എഴുതി എല്ലാവർക്കും അറിയാം. ഒരു PYQ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു UGC നെറ്റിന്റെ സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സോർട്ട് ചെയ്തിട്ടുള്ള 300 ടോപ്പിക്സ്, അത് ഓരോ യൂണിറ്റ് വൈസ് ആട്ടോ, എല്ലാ യൂണിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സ് ഞാൻ പറഞ്ഞു തരും. ഞാൻ ഇവിടെ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ നീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേർഡ് ഡോക്യുമെന്റിൽ നല്ല കോളൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു ടോപ്പിക് ഉണ്ടാവും, അതിന്റെ സൈഡിൽ ടിക്ക് ഓപ്ഷൻ ഉണ്ടാവും, സ്റ്റഡി, റിവൈസ്, വീണ്ടും സ്റ്റഡി, അങ്ങനെ 3 കോളം വരുന്ന ഒരു വേർഡ് ഡോക്യുമെന്റ്, PDF ഡോക്യുമെന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ ലഭിക്കും എന്നുള്ളത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഇത് ഞാൻ എഴുതുന്ന സമയത്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഫ് നീഡഡ് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, കാരണം ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കണം. അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഫൈൻ. അപ്പൊ ഞാൻ സമയം കളി, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണ് നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇറ്റ് നീഡ് എ ലോട്ട് ഓഫ് എഫേർട്ട്, റൈറ്റ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കൂടുതൽ കഥ പറയുന്നില്ല. ഓക്കെ ഫൈൻ, ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് എന്താ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഫൈൻ, 1 സെക്കൻഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ടീച്ചിങ്ങിന്റെ ബേസിക്സ് ഉണ്ടല്ലോ, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്മോൾ ലെറ്റർ ചെയ്താട്ടോ ഞാൻ. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം കേട്ടോ. പിന്നെ വരുന്നതാണ് എന്ത്, ലെവൽസ് ഓഫ് ടീച്ചിങ്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 4 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോ ഷിഫ്റ്റിലും എന്താണ്, ഇതിന്റെ ഓരോ ലെവൽസ് ചോദിച്ചിട്ടോ. ചിലതിൽ മെമ്മറി ചോദിക്കുന്നുണ്ട്, ചിലതിൽ അണ്ടർസ്റ്റാൻഡിങ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ്. അതുകൊണ്ട് ലെവൽസ് ഓഫ് ടീച്ചിങ് ഈസി ആയിട്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, പിന്നെ വരുന്നതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, മോഡൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇത്തിരി അബദ്ധമാണ്, പെൻ ടാബ് ഡു ഹാവ് ലിമിറ്റേഷൻ. ഓക്കെ, മോഡൽസ് ഓഫ് ടീച്ചിങ് 2 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ്, ടീച്ചിങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ടീച്ചിങ്ങിനെ ഞാൻ ഫുൾ ഫോം ആക്കി ടി എന്ന് പറയാം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ്, മാക്സിംസ് ഓഫ് ടീച്ചിങ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
പ്രീ ആക്റ്റീവ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് ടീച്ചിങ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അത് 2 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രീ ആക്റ്റീവ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ വെച്ച് വീഡിയോ ചെയ്യണ്ട കേട്ടോ. ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ അപ്കമിങ് ഓരോ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഈ ഓരോ ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ടീച്ചിങ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ലേണിംഗ് ഇവന്റ്സ്. ഓക്കെ, ലേണിംഗ് ഇവന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് 2 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കരിക്കുലം ആൻഡ് പെഡഗോഗി. ഓക്കെ, കരിക്കുലം ആൻഡ് പെഡഗോഗിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതൊന്ന് എറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ പിയാഗറ്റ്. ഓക്കെ, ജീൻ പിയാഗറ്റിന്റെ ഈ ജീൻ പിയാഗറ്റിന്റെ ലേണിംഗ് തിയറീസ് ഒക്കെ ഞാൻ പൊതുവെ സെറ്റ് എക്സാമിലും കേട്ടിട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ UGC നെറ്റ് എക്സാമിൽ വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ഈ ഒരു എക്സാംസിന് ഒരുപാട് പിന്നെ ഷിഫ്റ്റിൽ ഓൾമോസ്റ്റ് 3 ഷിഫ്റ്റിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജീൻ പിയാഗറ്റിന്റെ പിന്നെ സീക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കേട്ടോ. സീക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എസിമിലേഷൻ ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. എസിമിലേഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷൻ എന്താണ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അക്കോമഡേഷൻ, എസിമിലേഷൻ, ദെൻ ഇക്വിലിബ്രിയം. ഇത് കോമൺ ആയിട്ട് ഒപ്പരം വരുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് 3 ഒരുമിച്ച് പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്കീമാസ്. ഓക്കെ, ലേണിംഗ് സ്കീമാസിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂംസ് ടാക്സോണമി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമി 6 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. 6 ഷിഫ്റ്റില് ബ്ലൂംസ് ടാക്സോണമി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെമ്മറിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? മെമ്മറിയുടെ സ്റ്റേജ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പിസോഡിക് മെമ്മറി എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ എന്താണ്? ജോൺ ഡിവിയുടെ തിയറി ഉണ്ട്. ജോൺ ഡിവിയുടെ തിയറി ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇ ലേണിംഗ് ഉണ്ട്. ഓക്കെ, ഇ ലേണിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ദെൻ കംസ് ദി ലേണേഴ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ലേണേഴ്സ് ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. സ്വയം ആസ് യൂഷ്വൽ സ്വയത്തിന് ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്വയം പ്രഭയുടെ പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ കോണ്ടന്റ്. ഓക്കെ, ഈ 2 ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആക്സസ് സോഫ്റ്റ്വെയർ റിസോഴ്സുകൾ, ടീച്ചേഴ്സിനുള്ള ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ട്രഡീഷണൽ, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ്, ഈ ഒരു ഭാഗത്തും ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ജോൺ ഡിവി പറഞ്ഞു. ക്രിട്ടിക്കൽ ലേണിംഗ്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ക്രിട്ടിക്കൽ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 ഷിഫ്റ്റിൽ അടുപ്പിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ക്രിട്ടിക്കൽ ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ മെക്ലെലാൻഡ് തിയറീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഓക്കെ, മെക്ലെലാൻഡ് തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. സൈക്കോമോട്ടർ ഞാൻ പറഞ്ഞില്ലേ, സൈക്കോമോട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ടീച്ചിങ് ആപ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്താണ്. വാലിഡിറ്റി അല്ല, അത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റിസർച്ച് ആപ്റ്റിൽ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, ഈ പോർട്ട്ഫോളിയോ, ഈ ലേണിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് അപ്പൊ പ്രധാനമായിട്ട് ടീച്ചിങ് ആപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഈ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലാണ്. ഓക്കെ, 1 second. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നത്? ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ടല്ലോ. ടൈപ്സ് ഓഫ് റിസർച്ച് 7+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഇത് പറയുമ്പോൾ അതും കൂടി പറയണല്ലോ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ റിസർച്ചിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ച് RE കേട്ടോ, ഞാൻ RE ആണ് റിസർച്ച്. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ചിന്റെ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ റിസർച്ചിന്റെ സീക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്താന്നുള്ളത്, പോസ്റ്റ് ഫാക്ടോ റിസർച്ച് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ ഇൻഡക്റ്റീവ് റിസർച്ച് 4 ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡക്റ്റീവ് റിസർച്ച് അത് 4 ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ആസ് യൂഷ്വൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാൾ ഓക്കെ, ആ ടൈപ്സ് ഓഫ് എന്താ എൻ്റെ പെൻ്റെ ഒരു സാധാ പെണ്ണൊക്കെ ഇങ്ങനെ പറ്റാതിരിക്കുക, ഇതിങ്ങനെ ഒരു സ്റ്റെപ്സ് മിൽ മെത്തേഡ് അല്ലെ. ഇൻഡക്റ്റീവിന്റെയും അതുപോലെ തന്നെ ഡിഡക്റ്റീവിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്സും അതുപോലെ തന്നെ അതിന്റെ മിൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു മെത്തേഡാണ്. ഞാനത് നോക്കിയിട്ടില്ല കേട്ടോ, അതെന്താന്നുള്ളത്. മിൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിഡക്റ്റീവ് റിസർച്ച് ഞാൻ പറഞ്ഞോ, ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞല്ലേ. ഡിഡക്റ്റീവ് ഇവിടെ ഉണ്ട്. ഡിഡക്റ്റീവിന്റെ സീക്വൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡിഡക്റ്റീവിന്റെ സീക്വൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡിഡക്റ്റീവിന്റെ സീക്വൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ റിസർച്ചിന്റെ പ്രോസസ്സ്, ഓക്കെ, റിസർച്ചിന്റെ പ്രോസസ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഓൾമോസ്റ്റ് 6+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് ഇപ്പം ഞാൻ പറഞ്ഞു, ഡിസൈൻ ഉണ്ട്. റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഫോർമാറ്റ്, റിസർച്ചിന്റെ റിസർച്ചിന്റെ ഡോക്യുമെന്റ് ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ് ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തിസിസ് ഓർ ആർട്ടിക്കിൾ റൈറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ കംസ് ദി റെഫറൻസിങ് സ്റ്റൈലില് APA ബേസ്ഡ് ആയിട്ട് 4 ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. റെഫറൻസിങ്ങില് APA സ്റ്റൈൽ സ്പെസിഫിക്കലി 4 തവണ ചോദിച്ചിട്ടുണ്ട്, 4 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പിളിങ്ങിന്റെ കീഴില് സാമ്പിളിങ്ങിന്റെ മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പിളിങ്ങിന്റെ ടൈപ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ടൈപ്പ് പ്രൊബബിലിസ്റ്റിക് സാമ്പിളിങ്, നോൺ പ്രൊബബിലിസ്റ്റിക്, അത് എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. പ്രൊബബിലിസ്റ്റിക്, ഓക്കെ, പ്രൊബബിലിസ്റ്റിക് സാമ്പിളിങ്ങിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്നോബോൾ സാമ്പിളിങ്ങിൽ എന്തുണ്ട്, സ്നോബോൾ സാമ്പിളിങ്ങിന്റെ 4+ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്, പിന്നെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. കോവേരിയൻസ് കോഎഫിഷ്യന്റിന്റെ പ്രോബ്ലം ബേസ്ഡ്, ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. കോവേരിയൻസ്, ഞാൻ ഇത് കുറേ ഞാൻ വിചാരിക്കുന്നു. കോവേരിയൻസ് കോഎഫിഷ്യന്റ്, ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, മാത്സിലൊക്കെ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡില് ഈ കോവേരിയൻസ് കോഎഫിഷ്യന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ എക്സാം എഴുതിയവർക്ക് അറിയാം. ഞാൻ പ്രാവശ്യം ഞാൻ വേറൊരു പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ ഞാനിപ്പോ വേറൊരു PG ഓൾറെഡി ഇപ്പം എടുക്കുന്നുണ്ട് കറന്റ്. അപ്പൊ അതിന് നെറ്റ് എഴുതാൻ വേണ്ടി പോയപ്പോൾ കോവേരിയൻസ് കോഎഫിഷ്യന്റിന്റെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതൊക്കെ അങ്ങനെ പഠിച്ചാലേ നമുക്ക് അത് എന്ത് ചെയ്യുള്ളൂ. ഇത് എന്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ, കോവേരിയൻസ് കോഎഫിഷ്യന്റ്. കാരണം ഞാൻ അതിനുശേഷം അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പിന്നെ ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഹൈപ്പോത്തിസിസിന്റെ എന്തൊക്കെയാ ചോദിച്ചാൽ നമുക്ക് നോക്കാം. H0 H1 ഇതെന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണേ. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് 1ന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ എത്രയാണ്, അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ചൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടി ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ കൈ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എനോവ ഉണ്ട്. ഓക്കെ, എനോവ, പിന്നെ എനോവ, ലെറ്റ് മീ റേസ് ദിസ്. എനോവ ഉണ്ട്, പിന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. ഓക്കെ, അതുപോലെ തന്നെ വേരിയൻസിന്റെ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേരിയൻസിന്റെ സീക്വൻഷ്യൽ ഓർഡർ, അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഓക്കെ, പിന്നെ ഇന്റർപ്രിറ്റിവിസം. ഓക്കെ, ഇന്റർപ്രിറ്റിവിസം, അതുപോലെ തന്നെ റിയലിസം, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിസം, അതുപോലെ തന്നെ പോസിറ്റിവിസം, അതുപോലെ പോസിറ്റിവിസം, ഇന്റർപ്രിറ്റിവിസം. പിന്നെ ഗ്രൗണ്ടഡ് തിയറി എന്താണ്? ഗ്രൗണ്ടഡ് തിയറി അപ്രോച്ച്. ഇതൊക്കെ തിസിസ് ലെവൽ, തിസിസിനൊക്കെ നമ്മൾ വൈവ PhD ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രൗണ്ടഡ് തിയറി എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 2+ ആയിട്ടുള്ള 2+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് ഗ്രൗണ്ടഡ് തിയറിയുടെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ റിസർച്ചിന്റെ എത്തിക്സ്. ഓക്കെ, റിസർച്ച് എത്തിക്സ് ഉണ്ട്. റിസർച്ച് എത്തിക്സ് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. predatory journals, yes, predatory journals ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. Then comes the ICT, റിസർച്ചിൽ എവിടെയൊക്കെയാണ് നമ്മൾ ICT, റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ, അതുപോലെ തന്നെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൂൾസുകൾ, സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. PLSM ഉണ്ട്, R² ഉണ്ട്, അതുപോലെ പിന്നെ SPSS ഉണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൈ സ്പേസ് ഉണ്ട്. ഓക്കെ, റെയർ റാബിറ്റ്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ, നോ വറി. സി, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എവിടെയാ സാറേ കിട്ടുക? ഈ എല്ലാ ടോപ്പിക്സും ഞാൻ നെക്സ്റ്റ് നെറ്റിലേക്ക് ഞാൻ കവർ ചെയ്യും. ഐ ആം ഗിവിംഗ് മൈ വേർഡ്. ഓക്കെ, ICT ഇൻ റിസർച്ച്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, അത് ഞാൻ പറഞ്ഞു. ICT ഇൻ റിസർച്ചിൽ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു PhD ലെവൽ ക്വസ്റ്റ്യൻസ് കേട്ടാ ഈ റിസർച്ചിലൊക്കെ. ഓക്കെ, പിന്നെ സയന്റിഫിക് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സയന്റിഫിക് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ റിസർച്ച് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ഇതാണ് റിസർച്ചിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്ര മതി. ഇത് മോർ ദാൻ 30 to 40 ടോപ്പിക്സ് ആയില്ലേ? ഇത്ര മതി, നല്ല ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതന്നെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. ഓക്കെ, നല്ല ഈസി ആട്ടോ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ആണ്, പക്ഷെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഈസിയായ ടോപ്പിക്സ് ആണ്. ടു ബി വെരി ഹോണസ്റ്റ്, ഞാൻ ഇങ്ങനെ വെറുതെ, ഞാൻ പൊതുവെ ഫോൾസ് ഹോപ്പ് തരുന്ന ഒരാളേ അല്ല, അതുകൊണ്ട് ഞാൻ പറയാം ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ദെൻ കംസ് ദി കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് അല്ലെ, കമ്മ്യൂണിക്കേഷന്റെ മീനിങ്, ടൈപ്പ്, അങ്ങനെ എക്സ്പ്രസ് ചെയ്ത കാര്യങ്ങള്. പിന്നെ വരുന്നതാണ് എന്ത്? ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന് ഓൾമോസ്റ്റ് 4+ ഷിഫ്റ്റില് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ മോഡൽസ്, ഞാൻ COMM കേട്ടോ, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഓൾമോസ്റ്റ് 6+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽസ് നമ്മൾ പറഞ്ഞില്ലേ, ടൈപ്സ്, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിന്റെ ബേസ്ഡ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. എലമെന്റ്സ് കേട്ടോ, എലമെന്റ്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ മോഡൽസിന്റെ എലമെന്റ്സ് തമ്മിൽ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് എൻകോഡർ, എന്താണ് ഡീകോഡർ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ കംസ് ദി അരിസ്റ്റോട്ടിൽ മോഡൽ, അരിസ്റ്റോട്ടിൽ തിയറി. അരിസ്റ്റോട്ടിലിന്റെ മോഡലും പഠിക്കണം, ആ തിയറിയും പഠിക്കണം. ഓക്കെ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഓക്കെ, ദെൻ കംസ് ദി ലാസ്വെൽ മോഡൽ.
ലെസ്വെൽ മോഡല്. ഓക്കെ, ലെസ്വെൽ മോഡൽ ഉണ്ട്. പിന്നെ ന്യൂകോംബ് ABX മോഡൽ, ന്യൂകോംബ് ABX മോഡൽ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആട്ടോ മോഡല്. പിന്നെ ഗേബ്നർ മോഡൽ ചോദിച്ചിട്ടുണ്ട്, ഗേബ്നർ മോഡൽ. ദെൻ കംസ് ദി ഷാനൻ വിവർ മോഡൽ, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷാനൻ വിവർ. കാരണം എന്താ അറിയോ, 7+ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 7+ ഷിഫ്റ്റ് കേട്ടോ, ഷാനൻ വീവർ മോഡൽ. യാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഞാൻ ഇറേസ് ചെയ്യുന്നുണ്ട് ഷാനൻ വീവർ മോഡല്. ദെൻ കംസ് ദി കമ്മ്യൂണിക്കേഷൻ മോഡൽ ക്രോണോളജി. കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ മോഡൽ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ ക്രോണോളജിയും പഠിക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. കമ്മ്യൂണിക്കേഷൻ മോഡൽ CMന്റെ ക്രോണോളജി. ഓക്കെ, പിന്നെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് അല്ലെ, പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് അതിനെ എഫക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഓൾമോസ്റ്റ് 4+ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അയ്യോ സോറി, അയ്യോ യാ, ഇതെന്താ, ഒരു മിനിറ്റ്. യാ, പിന്നെന്താണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ടച്ച് കമ്മ്യൂണിക്കേഷൻ. ടച്ച് കമ്മ്യൂണിക്കേഷൻ നമ്മളിങ്ങനെ തൊട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. ടച്ച് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ. എന്താണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ? മെറ്റാ കമ്മ്യൂണിക്കേഷൻ. ദെൻ കംസ് ദി എൻകോഡിംഗ് ഫോംസ്, എൻകോഡിംഗ്. അതുപോലെ തന്നെ എൻകോഡിങ്ങിന്റെ ഫോംസുകൾ, ഡിഫറെന്റ് ഫോംസ് ഓഫ് എൻകോഡിംഗ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കണേ. ഓക്കെ, പിന്നെ പിച്ച്. എന്താണ് പിച്ച് എന്നുള്ളത്? കമ്മ്യൂണിക്കേഷനിൽ പിച്ച് ഉണ്ടല്ലോ, നമ്മള് ഇങ്ങനെ അല്ലെ എന്ന് പറയുമല്ലോ, മനസ്സിലായില്ലേ? ഒറ്റ പിച്ചിൽ സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് സൗണ്ടിലെ വേരിയേഷൻസ് കൊണ്ടുവരണം, ഡിഫറെന്റ് പിച്ചിൽ, റൈറ്റ്? അതാണ് പിച്ച് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പ്രൊപ്പഗാണ്ട. ഓക്കെ, പ്രൊപ്പഗാണ്ട ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ടോപ്പിക്സ്, സമയം കിടത്തുന്നു. ഐ എം റിയലി സോറി. ഞാൻ കഴിഞ്ഞ എക്സാംസിനൊക്കെ എല്ലാം തീർന്നു, പക്ഷേ ടൈം ഈസ് വെരി വെരി പ്രോബ്ലം ഫോർ മീ. PhD ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര. പിന്നെ വരികയാണെന്ത് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോഡ്കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പോഡ്കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സ്പേസിന്റെ ഇതിന്റെ ഫംഗ്ഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പോഡ്കാസ്റ്റിന്റെ ഫംഗ്ഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇറേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, പിന്നെ വ്ളോഗ്. വ്ളോഗ്, അതുപോലെ തന്നെ ബ്ലോഗ്, വെബ്കാസ്റ്റിംഗ്, ഇതിന്റെ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, വെബ്കാസ്റ്റിംഗിന്റെ മാച്ച് ദി ഫോളോയിങ്. യെസ്, മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്ലക്സ് ചാനൽ എന്താണ്? ഓക്കെ, മൾട്ടിപ്ലക്സ് ചാനൽ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഷ്രാം മോഡലിന്റെ ടൈപ്സ്. ഓക്കെ, ഷ്രാം മോഡലിന്റെ ടൈപ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഓക്കെ, ഇതാണ് കമ്മ്യൂണിക്കേഷനിൽ കേട്ടോ. യാ, ഓൾ ദീസ് കംസ് അണ്ടർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, യാ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെ ചോദിച്ചാൽ നമുക്ക് നോക്കാം. യാ, നമ്പർ സിസ്റ്റം. ഇവിടെ ഹെഡിങ് കൊടുക്കുന്നുണ്ടേ, മാത്തമാറ്റിക്കൽ. ഒരു മിനിറ്റ്, ഞാനേ വേറെ കളർ ഹെഡിങ് കൊടുക്കട്ടെ. അയ്യോ, ഒരു മിനിറ്റ്, വേണ്ട, ഇത് നോക്കാം. മാത്സിൽ കേട്ടോ,
മാത്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നമ്പർ സിസ്റ്റം ഉണ്ട്, അത് ഓൾമോസ്റ്റ് 6+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്, നമ്പർ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ തന്നെ ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യാ, ഹെക്സാഡെസിമൽ ഇത് നമ്മൾ ഇത് ICT വരുന്നത് കേട്ടോ. ഇത് ICT വരുന്നത് അല്ലേ? മാത്സിൽ ഇത് ഉണ്ടായിരുന്നോ നമ്പർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്? അതൊന്ന് കൺഫേം ചെയ്യണേ. ICT നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ICT അല്ലെങ്കിൽ മാത്സിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് ഓർപ്പില്ല. നമ്പർ സീരീസ് എന്തായാലും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉണ്ട്. ഓക്കെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സൻറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പേഴ്സൻറ്റേജിന്റെ ഏകദേശം ഒരു 6+ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേഴ്സൻറ്റേജിന്റെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നുണ്ട്. പിന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ ചോദിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. അതുപോലെ സക്സസീവ് ഡിസ്കൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ചോദ്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങളുണ്ട്. ആവറേജ് ഉണ്ട് കേട്ടോ. ആവറേജ് 4+ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 4+ ഷിഫ്റ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ കംസ് ദി ഫ്രാക്ഷൻസ് ഉണ്ട്. അതിന്റെ കൂടെ ടൈം ആൻഡ് സ്പീഡിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങളുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അത് ഡേ, മന്ത്, അവർ എന്നുള്ള ആ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ LCM ആൻഡ് HCF. പിന്നെ അതുപോലെ തന്നെ റിമൈൻഡർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഫോർമുല ബേസ്ഡ്, ഈ PQ സാറ്റിസ്ഫൈ ചെയ്യുക, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. PQ സാറ്റിസ്ഫൈ, ഭയങ്കര പട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ, ഭയങ്കര പ്രശ്നമുണ്ട് രാത്രി. PQ സാറ്റിസ്ഫൈ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ANB അതിന്റെ മിനിമം ഓർ മാക്സിമം ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 3P + 3Q = 36, അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ N² + M² = 20 and M+N, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാത്സിന്റെ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. Then comes the 7% of 22/7, ഈ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാംസിന് വന്നിട്ടുണ്ട്. പിന്നെ ട്രിഗണോമെട്രി ഉണ്ട്. എനിക്ക് ഈ മാത്സ് ആട്ടോ ഇഷ്ടമുള്ള ടോപ്പിക്ക്. എനിക്ക് നെറ്റിൽ ഇഷ്ടമല്ല, പൊതുവെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് മാത്സ്. ഓക്കെ, പിന്നെ സ്ക്വയർ, പിന്നെ SN സീരീസ് റോങ് ടേം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാണിച്ചു തരാം. ഇങ്ങനെ ഒരുപാട് നമ്പർ വന്നിട്ട് 8, 10, 24 ഇങ്ങനെ തന്നിട്ട് ഇതിൽ റോങ് ആയിട്ട് ഒരു ടേം ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് മാത്സിൽ നമുക്ക് പ്രധാനമായിട്ട് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നത് കേട്ടോ. ഓക്കെ, ഡിസ്കൗണ്ട്സ്, പെർസെന്റേജ് നമ്മളൊക്കെ പറഞ്ഞു. മാത്തമാറ്റിക്സ്, PQ സാറ്റിസ്ഫൈ, ട്രിഗണോമെട്രി, സ്ക്വയറിന്റെ ഏരിയ, AB ഫോർമുല, സീരീസ്, AB ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മാത്സിൽ വരുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഇത് മാത്സിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലോജിക്കൽ റീസണിങ് ആണ്. ഓക്കെ, 1 സെക്കൻഡ്. എന്താണ് ലോജിക്കൽ റീസണിങ്? ഓക്കെ, ലോജിക്കൽ റീസണിങ് എന്തൊക്കെ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് റീസണിങ് ഉണ്ട്. ഓക്കെ, RE എന്ന് കൊടുക്കണ്ടേ. പിന്നെ ഡിഡക്റ്റീവ് റീസണിങ് ഉണ്ട്. അതുപോലെ ഇൻഡക്റ്റീവ് ഉണ്ട്.
ആസ് യൂഷ്വൽ. പിന്നെ അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇന്ത്യൻ ലോജിക്കിലുള്ള ആർഗ്യുമെന്റ്സ് IL എന്ന് കൊടുക്കാം കേട്ടോ ഇന്ത്യൻ ലോജിക്കിന്. പിന്നെ ഇന്ത്യൻ ലോജിക്കിന്റെ മാച്ച് ദ കോളിംഗ് ഉണ്ട്. ന്യായ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ന്യായ എന്താണ്, അതിന്റെ ബേസിക്സ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഫിലോസഫിയുടെ സീക്വൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫിലോസഫിയുടെ സീക്വൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ അനുമാനം ഉണ്ട്. അതുപോലെ ഹത്വഭാഷ 1 2 3 4 5 6 ഹത്വഭാഷ 6+ ഷിഫ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹത്വഭാഷ. ഓക്കെ, പിന്നെ വ്യാപ്തി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, വ്യാപ്തി ഉണ്ട്. പിന്നെ ഇൻവേരിയബിൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്മോക്ക്, ഫയർ, ആ ബേസ് അങ്ങനത്തെ ഉണ്ടല്ലോ, ഹില്ല്, പാക്ഷ, ഹേതു, സദ്യ, ഹേതു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, അതന്നെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് പ്രൊപ്പോസിഷൻ. ഓക്കെ, പ്രെഡിക്കേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ AEI ഉണ്ടല്ലോ, അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിഫോം ആ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രൊപ്പോസിഷന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പ്രൊപ്പോസിഷൻസിന്റെ അറേഞ്ച്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ മൂഡ് ആൻഡ് ഫിഗർ ഉണ്ട്. ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മൾ പറഞ്ഞു. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ 4+ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഫാലസീസ് കേട്ടോ. ഫോമൽ ആൻഡ് ഇൻഫോമൽ ഫാലസീസ് ഇത് ഓൾമോസ്റ്റ് ഇതും 3+ ചോദിച്ചിട്ടുണ്ട്. 3 അല്ല 5+ ഉണ്ട് കേട്ടോ. 5+ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. കാരണം ചിലതിൽ ഫോമൽ ചോദിക്കുന്നുണ്ട്, ചിലതിൽ ഇൻഫോമൽ ചോദിക്കുന്നുണ്ട്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 5+ ചോദിക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ ഫാലസീസ് ചോദിക്കുന്നുണ്ട്, വളരെ കുറവാട്ടോ വെസ്റ്റേൺ ഫാലസീസ്. എന്നാലും പഠിച്ചു വെക്കുക. ദിസ് ഇയർ കൊനൊട്ടേഷൻ, പിന്നെ കൊനൊട്ടേഷൻ ഡിനോട്ടേഷൻ ഉണ്ട്. ഓക്കെ, കൊനൊട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ ഫൈൻ, എറേസ് ചെയ്യുന്നുണ്ടേ, അതുണ്ട്. പിന്നെ വെൻ ഡയഗ്രാം ഉണ്ട്. ഓക്കെ, വെൻ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള വാലിഡിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, വെൻ ഡയഗ്രാം. പിന്നെ ലോജിക്കൽ റീസണിങ് പറഞ്ഞു. ആർഗ്യുമെന്റ്സിന്റെ സ്ട്രക്ചർ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പ്രമാണാസ്, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലബ്ധി, ഹേതു, സദ്യ, പക്ഷ, വ്യാപ്തി. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലബ്ധി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ഹേതു, സദ്യ, പക്ഷ, വ്യാപ്തി. പിന്നെ ബുദ്ധിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ബുദ്ധിസം ഉണ്ട്. പിന്നെ യോഗ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ കൗട്ടില്യ ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇന്ത്യൻ ലോജിക്കിൽ വരുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ICT പോവാം. കമോൺ, നെക്സ്റ്റ് ICT ആണ്. ICT എന്തൊക്കെയുള്ളത്? ഒന്ന് ICTയുടെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ICTയുടെ അബ്രിവിയേഷൻസ്, ഫുൾ ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫുൾ ഫോമിന്റെ കളിയൻ കേട്ടോ, പ്രാവശ്യം ഒരുപാട് ഫുൾ ഫോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ HTTPയുടെ ഫുൾ ഫോം, അതുപോലെ തന്നെ HTTPSന്റെയും ഫുൾ ഫോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ HTTP പ്ലസ് വേംസ് ഉണ്ടല്ലോ, അതിന്റെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. HTTPSന്റെയും അതുപോലെ തന്നെ വേംസ് ബേസ്ഡ് ആയിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ WWW ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഫുൾ ഫോം ഞാൻ ഏതൊക്കെയാന്ന് പറഞ്ഞത്, ഏതൊക്കെയാ ഫുൾ ഫോം ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്, അതാണ് നല്ലത്. ഫുൾ ഫോം ആട്ടോ. ഫുൾ ഫോം ഏതൊക്കെ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് DOI VPN
CPU, JPEG, അതുപോലെ ROM, USB, PDF, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ HTTPൻ്റെതും HTTPSൻ്റെയും ഫുൾ ഫോം ചോദിക്കുന്നത്. അപ്പൊ ഫുൾ ഫോം എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്റർനെറ്റിന്റെ ആരാന്നൊക്കെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, പിന്നെ യാ പിന്നെ റാം റോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ MB KB കൺവേർഷൻ ഉണ്ട് കേട്ടോ. MB KB കൺവേർഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ജനറേഷൻ, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തോ കേട്ടോ, ചെക്കൗട്ട് ചെയ്യാം നമ്മുടെ പ്ലേലിസ്റ്റ്. കമ്പ്യൂട്ടർ ജനറേഷൻ, അതുപോലെ തന്നെ പിന്നെ വെബ് ജനറേഷന്റെ സീക്വൻസ്, വെബ് ജനറേഷന്റെ സീക്വൻസ് ഉണ്ട്. അതുപോലെ ട്രാൻസിസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് ജനറേഷൻ, ട്രാൻസിസ്റ്റേഴ്സ്. പിന്നെ ഫേംവെയർ. ഓക്കെ, ഫേംവെയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വോളാറ്റൈൽ ആൻഡ് നോൺ വോളാറ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഹയറാർക്കി, മെമ്മറി ഹയറാർക്കി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ലാന്, പാന്, വാന്. ഓക്കെ, then comes the Ethernet, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആൻഡ് IoT, ടോപ്പോളജി, അതുപോലെ തന്നെ ലെയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ IPv4, IPv6, പിന്നെ അതുപോലെ തന്നെ RFID, ഫ്രീക്വൻസി ബാൻഡ് ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസിയുടെ സീക്വൻസ്. പിന്നെ മെയിൽ മേർജിന്റെ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട്. ATM ക്യാഷ് വിഡ്രോളിന്റെ സീക്വൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ള. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഹാക്കിംഗ് പ്രൊട്ടക്ഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഹാക്കിംഗ് പ്രൊട്ടക്ഷന്. അതുപോലെ തന്നെ ട്രോജൻ ഹോസ്. ഓക്കെ, ട്രോജൻ ഹോസ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സ്പൈവെയർ ആൻഡ് റാൻസം വെയർ ഉണ്ട്. ഓക്കെ, റാൻസം വെയർ, വേംസ്, പിന്നെ അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്. ഓക്കെ, ഇതൊക്കെ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ദി ബ്ലോഗൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഡിജിറ്റൽ സ്പേസ്, പോഡ്കാസ്റ്റ്, ലേണിംഗ്, OTT, നെറ്റ്ഫ്ലിക്സ്, ലേണേഴ്സ് ആപ്പ്. ഇതാണ് നമുക്ക് ICT നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഈ പറഞ്ഞ കുറച്ച് ഭാഗങ്ങളാട്ടോ. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിന്റെ ഈ ടൈം ടേബിളിന്റെ ഫ്രീ PDF എങ്ങനെ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. ഒന്ന്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മൂന്നാമത്തത് കമന്റ് ഇടുക. കമന്റ് എന്ന് പറയുമ്പം അടിപൊളി വീഡിയോ അല്ലെങ്കിൽ നല്ല അങ്ങനെയല്ല, സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്താ, ഇനി മോശമാണെന്നുണ്ടെങ്കിൽ തെറി ഒഴികെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അങ്ങനെ രേഖപ്പെടുത്തുന്നതിലൂടെ എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക്, വാട്സപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിലോടാണ് വരിക. അതിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്യും, എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു PDF ഞാൻ അയച്ചു തരും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്, PDE. ഓക്കെ, PDE എന്തൊക്കെയാ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഏകദേശം 6+ ഷിഫ്റ്റിൽ ഈ ഒരു ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ
സീക്വൻസ് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോള്, അത് ഏകദേശം 3+ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്. ഓക്കെ, MTF മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, ദെൻ വിയന്ന കൺവെൻഷൻ ഉണ്ട്. പിന്നെ പ്രോട്ടോകോളിന്റെ ഇയർ മാച്ച് ദ ഫോളോയിങ് കേട്ടോ. ഓരോ പ്രോട്ടോകോളിന്റെ വർഷങ്ങളും അത് മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്. ഓരോ പ്രോട്ടോകോളും അതിന്റെ വർഷങ്ങളും ഇത് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ SDG ഗോൾസ് കേട്ടോ. SDG ഗോൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. 6, 10, 13, 17 ഒക്കെ ഇപ്രാവശ്യം ചോദിച്ചതാണ്. അതിന്റെ അർത്ഥം അടുത്ത പോലെ തന്നെ ചോദിക്കണം എന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ദെൻ കംസ് ദി MDG. MDG ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്ലോബൽ വാർമിംഗ്, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ആസിഡ് റെയിന്, അതിന്റെ 3 ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് ആസിഡ് റെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, BOD എന്ന് പറയും. ഓക്കെ, പിന്നെ വാട്ടർ പൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ബ്ലൂ ബേബി സിൻഡ്രം. ഓക്കെ, ഞാനത് നെക്സ്റ്റ് റേസ് ചെയ്യട്ടെ. ബ്ലൂ ബേബി സിൻഡ്രം, ബ്ലൂ ബേബി സിൻഡ്രം, പിന്നെ അതുപോലെ തന്നെ ലെഡ് ഡിസീസ്. ഓക്കെ, ലെഡ് ബേസ്ഡ് ഡിസീസുകൾ. പിന്നെ മെത്തനോൾ ആൻഡ് എത്തനോളിന്റെ മാച്ച് ദ കോളർ ഉണ്ട്. ഓക്കെ, പിന്നെ എനർജിയിൽ സോളാർ, വിൻഡ് എനർജി. ഓക്കെ, സോളാർ ആൻഡ് വിൻഡ് എനർജി. ദെൻ കംസ് ദി സോയിൽ ഹൈഡ്രോ ജിയോതെർമൽ, സോയിൽ ഹൈഡ്രോ ബയോമാസ്. ഓക്കെ, ഫോറസ്റ്റ് റിസോഴ്സസ് കേട്ടോ. ഫോറസ്റ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ലോ ടു ഹൈ സീക്വൻസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റിയുടെ ലോ ടു ഹൈ സീക്വൻഷ്യൽ ഓർഡർ വരുന്നുണ്ട്. പിന്നെ ഡെസേർട്ട് ഡ്രൈനസിന്റെ കോസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക് ഇൻ ഓഷ്യൻ, അതിന്റെ സീക്വൻസ് ഉണ്ട് കേട്ടോ. അതെന്തൊക്കെ മനസ്സിലായിട്ടില്ല. അതിന്റെ സീക്വൻസ് ഉണ്ട് അത്രേ, ഹൈ ടു ലോ. ഓക്കെ, അത് നിങ്ങൾ നോക്കിയോ, അതിന്റെ സീക്വൻസ് മീൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കണേ. ഓക്കെ, പിന്നെ ടോക്സിസിറ്റി റേഷ്യോ ഇൻ ഹ്യൂമൻ. ഓക്കെ, ടോക്സിസിറ്റി റേഷ്യോ ഇൻ ഹ്യൂമൻ, അതായത് കഫെയിന്, ഇതുണ്ടല്ലോ, കഫെയിന്, നിക്കോട്ടിന്, സാൾട്ട്, ഇതിന്റെ ടോക്സിസിറ്റി മനുഷ്യൻ എങ്ങനെയാണ്, അതിന്റെ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ റീസൈക്ലിംഗ്, ഇൻഫിൽട്രേഷൻ ഒക്കെ നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. നോട്ട് ഡൗൺ ആണ്. ലാൻഡ് ഡിഗ്രഡേഷന്, ബയോഡൈവേഴ്സിറ്റി, നാച്ചുറൽ പാർക്ക്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ബയോമാസ്, ജിയോ തെർമലി നോട്ട് ഡൗൺ ചെയ്യണേ. ഹൈഡ്രോ, സോയിൽ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ റിയോ സമ്മിറ്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇത് നിങ്ങൾ, കാരണം ഇത് ഒരു GK ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഇമ്പോർട്ടന്റ് ആണ്. സോളാർ അലയൻസ്, ഇത് ബേസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ അഗ്രിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഗ്രീൻ അഗ്രിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വോൾക്കാനോസ്. ഓക്കെ, വോൾക്കാനോസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. Then comes the volcanoes, natural hazards, environmental impact, anthropogenic activities കേട്ടോ. അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് കോത്താരി കമ്മീഷൻ ഉണ്ട്. 6+ കോത്താരി കമ്മീഷൻ 6+ ക്വസ്റ്റ്യൻസ്, 6+ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ ഹണ്ടർ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, ഹണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ കൊൽക്കട്ട, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോത്താരി കമ്മീഷൻ പറഞ്ഞില്ലേ, വാർധ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, UI കമ്മീഷന്, കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ സർജൻ റിപ്പോർട്ട്, ഓക്കെ, സർജൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഉണ്ട്. ബിർള അംബാനി റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ബിർള അംബാനി റിപ്പോർട്ട്. അതുപോലെ നാഷണൽ നോളജ് കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ ഉണ്ട്, NK കമ്മീഷൻ. ദെൻ ദാദാ കൃഷ്ണ കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ദാദാ കൃഷ്ണ കമ്മിറ്റി. ദെൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ക്രോണോളജി കേട്ടോ, ക്രോണോളജിക്കൽ ഓർഡർ. അതുപോലെ NEP ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടംപററി എഡ്യൂക്കേഷൻ ഉണ്ട്, കണ്ടംപററി എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ NEP 2020 ചാറവറ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. NEP 2020 വളരെ അതിന്റെ അജണ്ടാസ് എന്തൊക്കെയാണ്, അതിന്റെ അജണ്ടാസ്, അതിന്റെ ഞാൻ അടുത്ത ഒന്ന് ഇറേസ് അടുത്ത പേജിൽ കേട്ടോ. NEP 2020 അജണ്ടാസ് പ്രധാനമായിട്ട് അതിന് 3 അജണ്ടാസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, NEP ബേസ്ഡ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദി കോളംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇതിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടല്ലോ, UGCന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. UGCന്റെ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള UGC ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AICTE അതുപോലെ NCTEയുടെ മാച്ച് ദ കോളം ഉണ്ട്. ഓക്കെ, മാച്ച് ദി കോളം ഉണ്ട്. അതുപോലെ തന്നെ AICTE, NCTE, അതുപോലെ തന്നെ PCI, BCI, NCT പറഞ്ഞല്ലോ, AICTE, NCTE, PCI, BCI, ഇതിന്റെ ഒക്കെ ക്യാരക്ടർ പഠിക്കണം. ഇതിന്റെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. AICTEയുടെ അവരെന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്, അവരുടെ വർക്ക് എന്താന്നുള്ള രീതിയിൽ അങ്ങനെ ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ NCERT, ഓക്കെ, NCERT, അതുപോലെ SCERT, NCRTE ഇതിന്റെ ക്രോണോളജി ഇതും ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ റുസ, ഓക്കെ, റുസ. ദെൻ പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഏതൊക്കെയാണെന്നത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ കംസ് ദി ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് കേട്ടോ. ഇന്ത്യയിലെ ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ലൊക്കേഷൻസ് പഠിക്കാം കേട്ടോ. ഓരോ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിലെ നളന്ദ ഒന്ന് ഫോക്കസ് ചെയ്യാം. നളന്ദ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇത് ബേസ്ഡ് ആയിട്ട് ഈ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണ്, ഇത് ലൊക്കേറ്റ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ശിക്ഷാ സനാതൻ എന്താന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ശിക്ഷാ സനാതൻ എന്താന്ന് അറിഞ്ഞിരിക്കുക. ഫൈൻ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗത്താണ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ അത് ഞാൻ അടുത്ത ഒരു മിനിറ്റ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ സീക്വൻഷ്യൽ ഓർഡർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൻഷ്യന്റ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ആൻഷ്യന്റ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട്. നോട്ട് ഡൗൺ ചെയ്യണേ. സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്, വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻസ് ഉണ്ട്. ഓക്കെ,
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ 5-year പ്ലാൻ, വേൾഡ് ബാങ്ക്, ക്രോണോളജിക്കൽ ഓർഡർ, NIRF റാങ്കിങ്. ഓക്കെ, മിഡ് ഡേ സ്കീമിന്റെ ആൾട്ടർനേറ്റ് നെയിം. ഓക്കെ, മിഡ് ഡേ മീൽ സ്കീമിന്റെ ആൾട്ടർനേറ്റ് നെയിം. ഓക്കെ, അങ്ങനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ഈ നളന്ദ, തക്ഷശില, അതുമായി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. യാ, നെക്സ്റ്റ് നമുക്ക് ഏതാ ഉള്ളത്? ബാക്കി എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ലോജിക്കൽ റീസണിങ് കഴിഞ്ഞു, മാത്സ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പീപ്പിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് കഴിഞ്ഞു, ICT കഴിഞ്ഞു. ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലേ. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനില് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഒന്ന് പെർസെൻറ്റേജ് ബേസ്ഡ്, ആസ് യൂഷ്വൽ പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെർസെൻറ്റേജ് ബേസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും വരാറുള്ളത് പോലെ തന്നെ ഈ റൂറൽ ഓർ അർബന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഓക്കെ, എല്ലാ ചാർട്ടുകളും കേട്ടോ. ചാർട്ടിൽ തന്നെ ബാറ്, പൈ, ടേബിള്, അതുപോലെ തന്നെ ലൈന്, ഓക്കെ, അങ്ങനെ ഒരു കാര്യങ്ങള്. പിന്നെ സോഴ്സ് അക്വിസിഷൻ മാപ്പിംഗ്, ഇതാണ് പ്രധാനമായിട്ട് DI ഇതാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് കൂടുതലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മേഖലയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ റീസണിങ് കഴിഞ്ഞില്ലേ, അതൊന്നും വിട്ടുപോയില്ല നമ്മള്. മാത്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, മാത്സ് കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, കംപ്രഹെൻഷൻ, റീഡിങ് കംപ്രഹെൻഷൻ എന്ന് പറയുമ്പം കോമൺ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള, റിസർച്ചിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് വന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ 2-3 ഭാഗങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും റിസർച്ച് ആപ്റ്റിലും നമുക്ക് പ്രധാനമായിട്ട് റീഡിങ് കംപ്രഹെൻഷനിലും കോമൺ ആയിട്ടുള്ള സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, റിസർച്ചിന്റെ സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ട് നമുക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് പോലുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ എന്റെ അറിവിൽ 1, 2, 3 കംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് കഴിഞ്ഞു അല്ലേ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫോർമേഷൻ, ICT, യാ, PDE, റൈറ്റ്? യാ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. യാ, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും ഞാൻ പറഞ്ഞല്ലോ ഒരു PDF ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക, തെറി ഒഴികെ. ഓക്കെ, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അപ്പം തന്നെ PDF അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ സമയങ്ങളുടെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കലക്കി കുറുക്കി എന്താ പറയാ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് JRFലോട്ട് എത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും കഴിഞ്ഞ 5 വർഷങ്ങളിൽ വീണ്ടും 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 ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാനൊന്നുമില്ല. ഇനി ഇതിന്റെ പുറമെ ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അതിനേക്കാൾ വലിയ ആൾക്കാരൊക്കെ വരണം. അപ്പൊ അതൊന്നും ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിന്റെ PDF നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പഠിച്ച് പോവുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഇതാണ് കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ഞാൻ ക്ഷീണായി. ഓക്കെ, സോ അതുകൊണ്ട് സ്റ്റാർട്ടിൽ ഒരു ഉഷാറില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. Okay, that's all about it. Okay, thanks everyone.